ജപമാലയിലെ 5-ാമത്തെ അവദാനം തിരുസഭയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ്. മദർ ഓഫ് ദ ചർച്ച് പ്രേ ഫോർ us എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാനോടാണ് അത് പറയുക. അതിനുശേഷം യോഹന്നാൻ മറിയത്തെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു എന്നും എഴുതിയിരിക്കുന്നു. പരിശുദ്ധ മറിയം ക്രിസ്ത്യാനികളുടെ മുഴുവനും മാതാവാണ്. വിശ്വാസി സമൂഹത്തിൻ്റെ മാതാവാണ്. നമ്മുടെ കുടുംബങ്ങളുടെയും മാതാവാണ്. സെയിൻറ്റ് അംബ്രോസ് 4-ാം നൂറ്റാണ്ടിൽ ആദ്യമായി പരിശുദ്ധ മറിയത്തെ സഭാമാതാവ് എന്ന് പേര് വിളിച്ചു. പിന്നീട് 1980-ൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇത് ലുത്തീനിയയിൽ കൂട്ടിച്ചേർത്തു. പരിശുദ്ധ മറിയം സഭയുടെ മാതാവാണ് എന്നുള്ള പ്രഖ്യാപനം വത്തിക്കാൻ സുനഹദോസ് നടക്കുമ്പോൾ 3-ാം സെഷനിൽ അവസാനം പോൾ 6-ാമൻ പാപ്പ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, സഭയെ മുഴുവനും നമുക്ക് സഭയുടെ മാതാവായ പരിശുദ്ധ മറിയത്തിന് ഭരമേൽപ്പിക്കാം. സഭാ മക്കൾക്ക് പരിശുദ്ധ മറിയം അമ്മയാണ്. അവൾ എല്ലാ മക്കളെയും ആശ്ലേഷിക്കുന്നു എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പിന്നീട് കൂട്ടിച്ചേർക്കുകയുണ്ടായി. നമ്മുടെ ആശ്രയവും സങ്കേതവുമായ പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ് എന്നുള്ളത് നമുക്ക് ധൈര്യവും പ്രത്യാശയും പകരുന്നു.